നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓഹോ, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. ഇവൻ സന്യാസിയായിട്ടൊക്കെ അഭിനയിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊരു കൊട്ടേഷൻ അഭിനയമായിരിക്കുമല്ലോ. വേണ്ട. എടോ, പേടിക്കാതോ. താൻ കാറ് തന്നെ ഇരുന്നോ, ഞാൻ ദേ ഇപ്പൊ വരാം. അല്ലെങ്കിൽ വേണ്ട, താനും ഇറങ്ങ. അയാൾ കാണാതെ ഇവിടെ തന്നെ നിന്നാ മതി. അവിടെ നിൽക്കേ. നമസ്കാരം സാറേ. ഒരു 50 രൂപ തരണം സാറേ. സാറേ പൈസയൊക്കെ തരാം, പക്ഷേ ഒരു ജോലിയുണ്ട്. ഒന്ന് അഭിനയിക്കണം. കൊള്ളാം. അഭിനയിക്കാനോ? ആരായിട്ട് അഭിനയിക്കണം? സാറ് പറ. ദൈവമായിട്ട് അഭിനയിക്കണോ? അതും ചെയ്യും. സാറ് പറ, ആരായിട്ട് വേണോ അഭിനയിക്കാം? ഒരു സന്യാസിയായിട്ട് അഭിനയിക്കണം. പറ്റുമോ? പറ്റുമോന്നോ? ഞാൻ 2 ആഴ്ച മുമ്പേ ഒരു സന്യാസിയായിട്ട് അഭിനയിച്ചേ ഉള്ളൂ. ആണോ? ആ. എന്നിട്ട് അഭിനയം വിജയിച്ചോ അതോ പൊളിഞ്ഞോ? സൂപ്പർ വിജയമല്ലായിരുന്നോ സാറേ? നമ്മുടെ ആ കാട്ടിനകത്തൊരു അമ്പലമില്ലേ, ആ അമ്പലത്തിനടുത്ത് വെച്ചായിരുന്നു അഭിനയം. ആ, എന്നിട്ട് ആർക്ക് വേണ്ടി അഭിനയിച്ചത്? അഭിനയിക്കാൻ കാശ് തന്നത് ഒരു ഗായികയുണ്ടല്ലോ, പാട്ടൊക്കെ പാടുന്ന ഒരു പെൺകൊച്ച്. ആ കുട്ടിയുടെ അമ്മയില്ലേ, അവരുടെ പേര് അരുന്ധതി മാഡം. അരുന്ധതി മാഡം. ആണോ? ആരുടെ മുമ്പിൽ അഭിനയിച്ചത്? ആ കൊച്ചിന്റെ പേര് ശ്യാമ. ശ്യാമ മാഡം ആളിനെ നേരിട്ട് എനിക്ക് കാണിച്ചു തന്നു. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോ ഞാനങ്ങ് അഭിനയിച്ചു. പാവം കൊച്ച് എന്നെ സംശയിച്ചില്ല. എനിക്ക് ദക്ഷിണയും തന്നിട്ടാ പോയത്. താൻ ഭയങ്കരം തന്നെയാണല്ലോടോ. ആ, പിന്നെ ശ്യാമയെ കണ്ടിട്ടുണ്ടോ? ഏയ്, എവിടെന്ന്? തനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടോ? എന്താ? അല്ല, ശ്യാമയൊന്ന് കാണണമെന്ന് ചോദിച്ചതാ. ശ്യാമേ, വേണ്ട 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 വേണ്ട, ഞാൻ കൊടുത്തോളാം. അയ്യോ സാറേ, ഇയാളെ പോലീസിൽ ഏൽപ്പിക്കണം. അയ്യോ, എന്നെ പോലീസ് കൊടുക്കല്ലേ സാറേ. ഞാനൊരു പാവോ സാറേ, എന്നെ പോലീസ് കൊടുക്കരുത്. ഒന്ന് പറ മാഡം. നിർത്തി, ഇന്നത്തോടെ എല്ലാം നിർത്തി. ശരി, അങ്ങനെയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയണം. ഓ, ഞങ്ങൾക്ക് എല്ലാം റെക്കോർഡ് ചെയ്യണം. പറയാം. ഇനി പറഞ്ഞു. ഒരു ദിവസം അരുന്ധതി മാഡവും മോളും കൂടെ എന്നെ കാണാൻ വന്നു. എന്നോട് ഒരു സന്യാസിയായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു. കുറെ കാശ് തന്നപ്പോ ഞാൻ അഭിനയിക്കാന്നും പറഞ്ഞു. അന്ന് ഈ കൊച്ചു അമ്പലത്തിൽ വന്നപ്പോ വേഷം മാറി എന്നോട് ക്ഷമിക്കണം. മാപ്പ് തരണം. അരുന്ധതി മാഡം അത്രയ്ക്ക് ദുഷ്ടായിരുന്നോ? എടോ, മനുഷ്യന്റെ വിശ്വാസത്തെ എങ്ങനെയാണ് മുതലെടുക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? ദൈവമായിട്ടാ നമ്മളിപ്പോ ഇതുവഴി കൊണ്ടുവന്നത്. ഇനി എത്ര പൊന്നും പണവും തരാന്ന് പറഞ്ഞാലും ഞാൻ വിസ്മയ്ക്ക് വേണ്ടി പാടാൻ പോകുന്നില്ല. താൻ ഇതുവരെ പോയില്ലേ? കാശ്? അയ്യോ, അച്ഛാ, ഇതെല്ലാം കൂടി എവിടെ കിട്ടാനാ? അതവിടെ കിട്ടും. നന്നായിട്ടുണ്ട്. മോനെ, ഒരു ബലൂൺ
അലങ്കാരമൊക്കെ കൊഴിപ്പിക്കണം. മഹാലക്ഷ്മിയെ വലതുകാലി വെച്ച് വന്ന് കയറാൻ പോവാ. എന്താ അപ്പച്ചി വെറുതെ മനുഷ്യനെ പഠിപ്പിക്കാനായിട്ട്? മഹാലക്ഷ്മിയോ? ആര്? അവളോ? സത്യത്തിൽ ഐശ്വര്യമോളെ ഞാൻ മഹാലക്ഷ്മി ഉദ്ദേശിച്ചത്. ഒരു ഭദ്രകാളിയല്ലേ? അവളെ സ്വീകരിക്കാനുള്ള ഓരോ ഒരുക്കങ്ങള് വരട്ടെ, ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ ഞാൻ. അതോ ആഹാ, കൊള്ളാലോ. എല്ലാവരോടുമായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ ശ്യാമയോടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ആ തെറ്റിന് ഞാനിന്ന് പ്രായശ്ചിത്തം ചെയ്യാം. ശ്യാമയോട് തെറ്റ് ചെയ്തെന്നോ? എന്ത് തെറ്റാ ശ്യാമയോട് ചെയ്തത്? അഖിയുമായി വിവാഹം കഴിഞ്ഞെങ്കിലും ദാമ്പത്യത്തിന്റെ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കാൻ ഞാൻ അവളെ അനുവദിച്ചില്ല. അതൊന്നും ഞാൻ ഇനിയിപ്പോ പറയുന്നില്ല. എന്തായാലും അഖി ശ്യാമയായിട്ടുള്ള വിവാഹം ഞാൻ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിട്ടില്ലായിരുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അഖിയുടെ ഇരുട്ടിനോടുള്ള പേടി മാറിയെന്ന് നമ്മൾ എല്ലാരും അറിഞ്ഞ ദിവസം, അന്ന് അമൃത എന്നോട് ശ്യാമയ്ക്കൊരു സമ്മാനം പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ സമ്മാനം ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുന്നത്. അവരെ ഞാൻ അംഗീകരിക്കാൻ പോവാ. പൂർണ്ണ തൃപ്തിയോടെ ഒരു വിവാഹ ചടങ്ങായിട്ട് നടത്താൻ പോവാ, ഈ വീട്ടിൽ വെച്ച് തന്നെ. അമ്മേ, അതെന്തായാലും നല്ല കാര്യ. ഇനിയിപ്പോ ശ്യാമയല്ല, അമ്മയാണ് താരം. സത്യമാണ്. ശ്യാമയോട് വസു കാണിക്കുന്ന അവഗണനയിൽ വല്ലാത്ത വിഷമം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ സന്തോഷമായി. അമ്മേ, ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാ. പാവം അമ്മേ ശ്യാമ. താലി കെട്ടി വിവാഹം കഴിച്ചു എന്നല്ലാതെ ഒരു പൂർണ്ണ ഭാര്യയായിട്ട് അവൾക്ക് തന്നെ അവളെ കുറിച്ച് തോന്നിയിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതേ, ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. ഇനി എന്തിനാ പ്രത്യേകിച്ചൊരു അംഗീകരിക്കല്? വേണം, അത് ഞാൻ തീരുമാനിച്ചതാ. എങ്ങനെ അംഗീകരിക്കുന്നതെന്നും ചടങ്ങുകളൊക്കെ എങ്ങനെയാണെന്നും ശ്യാമയും അഖിയും വന്നിട്ട് പറയും. അവരെ വിളക്കൊഴിഞ്ഞ് സ്വീകരിച്ചിട്ട് ഞാൻ പറയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.